പടച്ചവനെ അപകടങ്ങള്, അപകട മരണങ്ങള്, ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സദഖയ്ക്ക് കഴിയും സഹോദരാ ദുരന്തങ്ങളെ തട്ടിമാറ്റാറ്, വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റാറ്. പടച്ചവരെ നിങ്ങൾ കണ്ടവരാണല്ലോ കുട്ടികളെ എല്ലേ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അല്ലാഹു എന്തോ കരുണ കാണിച്ചതല്ലേ. ആ ചെറിയ മക്കളെ കാണാനും രക്ഷപ്പെടുത്താനും പടച്ചവനെ ഇന്ന് കഴിഞ്ഞത് ആ കുടുംബത്തോടൊക്കെ കരുണ കാണിച്ചതല്ലേ. പടച്ചവനെ ഒരു കുട്ടിയെ കാണാതെ വന്നപ്പോ ഇന്ന് ആ കുടുംബം പ്രയാസത്തിലാണോ? ഇതുപോലെ എത്രയെത്ര വാർത്തകൾ കേൾക്കുന്നവരാ. സദഖയ്ക്ക് കഴിയും സഹോദരാ. ഇന്ന് നമ്മൾ ചെയ്യുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ പൊന്നുമോനെ തിരിച്ചു കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലോ. അതുകൊണ്ട് ബക്കറ്റുമായി കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്കണോ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക്. എന്നിട്ട് പടച്ചവനോട് പറയണം, എന്റെ ശരീരത്തിൽ ക്യാൻസറോ ട്യൂമറോ മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാ കരിച്ചു കളയണേ അല്ലാ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. വരാനിരിക്കുന്ന അപകടങ്ങള്, അപകട മരണങ്ങള് ഒറ്റ നിമിഷം മതികളോ. സർവ്വതും തകർന്നു പോകാ, സർവ്വതും നഷ്ടപ്പെട്ടു പോകാ. അതുകൊണ്ട് സദഖയ്ക്ക് കഴിയും വിപത്തിനെ തട്ടിമാറ്റാറ്, ദുരന്തങ്ങളെ തട്ടിമാറ്റാറ്, അപകടങ്ങളെ തട്ടിമാറ്റാറ്, രോഗങ്ങൾക്ക് ശിഫ നൽകാറ് പടച്ചവനെ സദഖയ്ക്ക് കഴിയുമെന്നാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്കൂ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ തീരുമാനമാണ്. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ദുഃഖമാകട്ടെ, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, എന്തെല്ലാം പ്രതിസന്ധികളാകട്ടെ, ഇത് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത്. പക്ഷേ അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത്. നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലടോ, നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. പടച്ചവനെ നമ്മൾ വല്ലാത്ത സങ്കടത്തിലാണ്, അപലാദിയാണ്, പ്രയാസമാണ്. പലരും പറയുന്ന വാക്കെന്തെന്നറിയോ? ഉസ്താദേ, ഏത് കച്ചവടം നടത്തിയാലും ശരിയാകുന്നില്ലല്ലോ. വർഷങ്ങളായി ഞാൻ വാടക വീട്ടിലാണ്, എനിക്ക് മക്കളെ കിട്ടിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 8, 9, 10 വർഷമായി എനിക്ക് മക്കളില്ലല്ലോ. ആകെ പ്രയാസമായി. എന്നാ തീരുന്നത്? എന്തൊരു ജീവിതമാ ഉസ്താദ് എന്ന് സങ്കടം പറയുന്ന പെങ്ങള്. പലരും പറയുന്നത്, ഉസ്താദേ അല്ലാഹുവിന് എന്നോടെന്തോ വല്ലാത്ത ദേഷ്യമാണ്, അതുകൊണ്ടാണ് മക്കളെ തരാത്തത്, അതുകൊണ്ടാണ് സമ്പത്ത് തരാത്തത്, അതുകൊണ്ടാണ് രോഗം തന്നത്, അതുകൊണ്ടാണ് അല്ലാഹ് എന്നെ വേദനിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ. അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന് വെറുപ്പ് കൂടിയത് കൊണ്ടല്ല 30 കൊല്ലമായിട്ടും നിനക്ക് മക്കളെ തരാത്തത്. ഈ സഹോദരാ, നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത് അല്ലാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹുവിന് ഇഷ്ടം കൂടിയ അങ്ങനെയാണ്. പടച്ചവനെ, ഇന്ന അശദ്ദന്നാസി ബലഗാ അൽ അംബിയാ. അല്ലാഹു
ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കാണെന്നറിയോ? അബൂജഹലിനല്ല, ഉത്ബത്തിനല്ല, ശൈബത്തിനല്ല, കാറൂനിനല്ല, നമ്രൂദിനല്ല, ഫിറഔനിനെയല്ല. പിന്നെ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കാ. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചതാരെയും അറിയുവോ? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ അല്ലാഹു ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വേദനിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വെറുപ്പുള്ളത് കൊണ്ടാണോ പെങ്ങള്? പല പെങ്ങള് അല്ലാഹുവിന് നബി തങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഇഷ്ടം കൂടിയത് കൊണ്ടാണ്. അല്ലാഹുവിന് സ്നേഹം കൂടിയാൽ അല്ലാഹു നമ്മളെ മാക്സിമം നമ്മളെ പരീക്ഷിക്കുകയാണ്, നമ്മളെ അല്ലാഹു അളക്കുകയാണ്. പടച്ചവനെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന്. പടച്ചവനെ ആയത്ത് ഓതിയതാരെന്നറിയോ? ഈ അടുത്ത് പടച്ചവനെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, പടച്ചവനെ ആക്രമിച്ചല്ലോ. നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങള് മരിച്ചു വീണല്ലോ. ആ പാവപ്പെട്ടവർ സമ്പാദിച്ചത് മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയല്ലോ. പടച്ചവനെ തകർന്നു പോയ തന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ കുട്ടിയിരിക്കുകയാണ്. തന്റെ വീട് മുഴുവനും തകർന്നു പോയി, തന്റെ കൂടെ ഉണ്ടായിരുന്നവർ മുഴുവനും മരണപ്പെട്ടു. ആ തകർന്നു പോയ വീടിന്റെ മുകളിൽ ഇരുന്ന കുട്ടിയോട് ആരോ ഒരാൾ ചോദിക്കുമ്പോ ആ ചെറിയ മകനോദിയ ആയത്തേതാണെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത് വബശിരി الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله إنا لله وإنا إليه راجعون. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ നബിതങ്ങളെ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു. വാപ്പയുടെ മുഖം നബിതങ്ങളെ കണ്ടിട്ടില്ല, ഉമ്മയെ കണ്ട് കൊതി തീർന്നിട്ടില്ല. പടച്ചവനെ ജന്യതാ ചെറുപ്പകാലം മുതൽ വളരെ പ്രയാസമായിരുന്നു. നബിതങ്ങൾക്ക് താങ്ങുമ തണലുമായി നിന്നവർ വിട പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ പട്ടിണി കിടന്നതുപോലെ ലോകത്തൊരാളും പട്ടിണി കിടന്നിട്ടില്ലല്ലോ. 3 വർഷക്കാലം ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരിവില് തിന്നാൻ ഭക്ഷണമില്ലാതെ നബിതങ്ങളും കുടുംബവും അവിടെന്ന് പച്ചില പറിച്ച് കഴിച്ചല്ലോ. തന്റെ പൊന്നാര മക്കളുടെ ജനാസ കണ്ട പ്രവാചകനാ, സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട പിതാവാ. നബിതങ്ങൾ ഒരുപാട് വേദനിച്ചടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിതങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. ഇഷ്ടം കൂടിയാൽ
കൂടിയാൽ എങ്ങനെയാണ്, ഇഷ്ടം കൂടിയാൽ എങ്ങനെയാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പ്രയാസമില്ലാത്ത ഒരാളുമില്ല, രോഗമില്ലാത്ത ഒരാളുമില്ല, കടങ്ങളില്ലാത്തവർ വളരെ കുറവാണ്, സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. എല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനം. ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഫലസ്തീനിലെ കുട്ടി തന്റെ വീട് മുഴുവനും ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയപ്പോ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് അവൻ ഓതുകയാ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു പല പരീക്ഷണങ്ങളും കൊടുക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും എന്നോടും പറയുന്നത്, അള്ളാഹു നമുക്ക് പല പരീക്ഷണങ്ങളും തരും. ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇഷ്ടം കൂടിയാൽ എങ്ങനെയാ, അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഉസ്താദ് എന്താപ്പാ ഒന്നിങ്ങനെ വേദനിപ്പിച്ച് 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 നിർത്തിയിട്ട് കെട്ടിപ്പിടിക്കുമ്പോ അതിനൊരു സുഖമുണ്ടോ? അതാ കഷ്ടപ്പെട്ട് കിട്ടുന്നതിന് വിലയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തട്ടിക്കിട്ട് അവസാനം നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമുണ്ടാകുന്ന ഒരു സന്തോഷം എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു നമ്മളെ കൈവിടില്ല. പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്ത പറയാൻ എളുപ്പമാണോ? പറയാൻ എല്ലാവർക്കും എളുപ്പ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോ SLC പരീക്ഷയ്ക്ക് തോറ്റ ഒരു കുട്ടിയെടുത്ത് അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞ ഓൻ പറയോ? എടാ, SLC പരീക്ഷയ്ക്ക് തോറ്റുപോയ ഒരു കുട്ടിയോട് പറയുകയാ അൽഹംദുലില്ലാ പറയാൻ, അവൻ പറയോ? എടാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുന്ന സമയം എന്തു പറയണം? കടലിൽ പോയി മീൻ കിട്ടിയില്ല, പോയതുപോലെ പെട്രോളും പോയി, ഡീസൽ കളിച്ചിട്ട് വെറുതെ തിരിച്ചു വന്ന് എന്തു പറയണം? ഉറക്കപ്പറ, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? കല്യാണം മുടങ്ങിപ്പോയി, എന്തു പറയണം? അൽഹംദുലില്ലാ. മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി, എന്തു പറയണം? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറ. അല്ലാഹു ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് ഇതെങ്ങനെ കഴിയും സഹോദര? ഈ ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു മനസ്സുണ്ടാകാൻ ഞാനൊരു അടയാളം പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഈ ഇരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത്, പ്രയാസവാ, എനിക്ക് ക്യാൻസറാ, എനിക്ക് ട്യൂമറാ, കിഡ്നി പോയി എന്ന് പറയുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അൽഹംദുലില്ലാ. അള്ളാഹുവിനോട് പറ, ഉസ്താദന്മാരോട് തങ്ങന്മാരോടൊക്കെ ദുആ ചെയ്യാൻ പറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും മനസ്സിന് ധൈര്യം കിട്ടാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മട്ടൻ മന്തി ഇതിന്റെ വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. വേണോ വേണ്ടേ? നിനക്കെന്ത് പ്രയാസം വന്നാലും നീ അൽഹംദുലില്ലാ പറയും. അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? വേണോ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലില്ലേ? കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ താത്താമാരെ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ? ഉണ്ട്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ജീവിതത്തിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ, പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവരോട് പറയുകയാ, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖം. മഹാനായി നബിയിന റസൂലുള്ളാഹി
ഒരു നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? ദുഃഖമുണ്ടാവുക. നീ എഴുതി വെച്ചോ, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. അൽഹംദുലില്ലാ പറഞ്ഞ് ധൈര്യമായിട്ട് കാത്തിരിക്ക്, നിനക്കൊരു നല്ല കാലം വരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നെങ്കിലും നിന്റെ കണ്ണുനീര് അള്ളാഹ് കാണും പെങ്ങളെ. ഒരിക്കലെങ്കിലും നിനക്ക് റബ്ബ് വീട് തരും, നിനക്ക് മക്കളെ തരും, നിന്റെ രോഗം മാറ്റും. ഇത് ഒന്നുമില്ലെങ്കിലും നീ മരിക്കുന്ന സമയത്ത് സ്വർഗം കാണിച്ചു തന്നിട്ട് ഈമാനുള്ള ഒരു മരണമെങ്കിലും അള്ളാഹു നിനക്ക് തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടന്ന പോയി. പത്രത്തിൽ കൊടുക്കണ പോലെ കൊടുത്ത തലവേദന ഉണ്ടെങ്കിൽ 4 പേരോട് പറയും തത്താമ്മ അല്ലേ. നമ്മുടെ ദുഃഖം നമ്മൾ എന്തിനാ മറ്റുള്ളവർ? അതെ ഞാൻ പറഞ്ഞേ, കച്ചവടം ഉണ്ടോടാ? അൽഹംദുലില്ലാ. കടലിൽ പോയി മീനുണ്ടോ? അൽഹംദുലില്ലാ. കടലിൽ ആവശ്യത്തിന് മീനുണ്ട്. കിട്ടുന്നതും കിട്ടാത്തതും നിന്റെ പോരായ്മ. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണം? കച്ചവടം ഉണ്ടോന്ന് വെച്ചാൽ എന്ത് പറയണം? കടലിൽ പോയിട്ട് മീൻ കിട്ടിയോ? ഇന്ന് 10 ലക്ഷത്തിന്റെ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കേട്ടവൻ വിചാരിക്കാനുള്ള ഇവന് മാത്രം എന്താ അത്രയും മീന് ഇല്ലേ? എന്തേ എന്തിനാ അസൂയൊക്കെ? അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ പറ, അൽഹംദുലില്ലാ പറ, നല്ലതുപോലെ പറ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താണ്? എന്റെ വഴുത കേൾക്കുന്ന ഉമ്മയോട് പറയട്ടെ, ഉമ്മ, അടുക്കളയിൽ അരിതി എന്ന് പോയാലും നീ പറയേണ്ട ഒരു വാചകമാണ്. നിനക്കിതിന്റെ വിലയറിയാഞ്ഞിട്ടാണ്. അൽഹംദുലില്ലാ പറവുമ്മ. എത്ര വലിയ പ്രതിഫലമെന്നറിയുവോ? ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ഫലാ. ഒരു ദുഃഖത്തിന്റെ പിറകിൽ ഒരു സന്തോഷമുണ്ടമ്മ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് തൽഹ റളിയല്ലാഹു തആല അൻഹു. തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് വല്ലാത്ത സ്നേഹമാണ്. തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും മകനും ബാപ്പയുമാണ് നടക്കുന്നത്. പടച്ചവനേ, ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ ഭാര്യയായ ഉമ്മു സുലൈമിന്റെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ പിടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണേ. തന്റെ പൊന്നാര മകനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് തൽഹ റളിയല്ലാഹു തആല അൻഹു പോവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ പൊന്നാര മകന് പനി പിടിക്കുകയാണ്. എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടുകയാണ്. തന്റെ പൊന്നാര മകന്റെ പനി മാറുന്നില്ല. ഭർത്താവ് നാട്ടിലില്ല. അവസാനം എന്ത് വന്നെന്നറിയുമോ? തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനങ്ങ് മരണപ്പെടുകയാ. പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു. ഭർത്താവ് നാട്ടിലില്ല. ഭർത്താവ് നാട്ടിലില്ല. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാ. ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാ. പടച്ചവനെ, എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ പൊന്നുമോൻ മരിച്ചുപോയി നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി ഉമ്മു സുലൈം. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഉമ്മു സുലൈം. അല്ലാഹുവിന്റെ തീരുമാനമാണ് ഉമ്മു സുലൈം. ശമിക്കും ഉമ്മു സുലൈം, ശമിക്കും ഉമ്മു സുലൈം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കും ഉമ്മു സുലൈം. തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ നബി
വിധങ്ങൾ പറയുകയാണ് ക്ഷമിക്കാൻ അൽഹംദുലില്ലാ പറ, അൽഹംദുലില്ലാ പറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉമ്മു സുലൈം അല്ലാഹു നിനക്ക് പ്രതിഫലം തരും മുസ്ലിം. നബിയേ ഭർത്താവ് നാട്ടിലില്ല നബിയേ, പൊന്നുമോനെ എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ് ഖബറടക്കാറ്. അങ്ങനെ തന്റെ പൊന്നാര മകന്റെ ജനാസ ഖബറടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞോ ഭർത്താവ് മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. പൊന്നുമോനോട് വല്ലാത്ത ഇഷ്ടമാ. ഉമ്മു സുലൈമിനെ കടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം ഭർത്താവ് വീട്ടിലേക്ക് വരാ സമയമായി. മകൻ മരിച്ചതെങ്ങനെ പറയും തമ്പുരാര്? ഉമ്മു സുലൈം കിടന്ന് കരയുകയാണ്, സങ്കടപ്പെടുകയാണ്. എന്ത് ചെയ്തെന്നറിയുമോ? അതാ ഉമ്മു സുലൈം കുളിച്ചൊരുങ്ങി റെഡിയായി വീടിന്റെ വാതിൽ നിൽക്കുകയാ. തന്റെ ഭർത്താവ് വന്നപ്പോ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാ. മരണവാർത്ത പറഞ്ഞില്ല, മരണവാർത്ത പറഞ്ഞില്ല. വീട്ടിലേക്ക് കടന്നു വന്നോ, കഴിക്കാ ഭക്ഷണം കൊടുത്തു. പൊന്നാര മകനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. പടച്ചവനെ അങ്ങനെ ഉമ്മു സുലൈം ചിന്തിച്ചു, നാഥാ എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ മകൻ മരിച്ച വേദന മുഴുവനും കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിന്റെ മുകളിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ അബൂ തൽഹയോട് ചോദിക്കുന്നു, തൽഹ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്തേ ഉമ്മു സുലൈം ഒരാള് അമാനത്തായി ഒരു വസ്തു നൽകി, ഒരാള് അമാനത്തായി നമ്മുടെ കയ്യിലൊരു സാധനമേൽപ്പിച്ചു, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഏ മണ്ടിപ്പെണ്ണേ ഉമ്മു സുലൈം അമാനത്ത് നൽകിയാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ, അത് നമ്മുടെ ബാധ്യതയാണല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ. ഉമ്മു സുലൈം കരയുകയാണ്, ഉമ്മു സുലൈം കരയുകയാണ്. എന്തേ ഉമ്മു സുലൈം കരയുന്നത്? തൽഹ അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോ, അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോന് അല്ലാഹു തിരിച്ചെടുത്തു. തൽഹ നമ്മുടെ പൊന്നുമകൻ മരിച്ചുപോയെന്ന് പറയുമ്പോ തൽഹ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീഴുകയാണ്. കാരണം മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവിടെന്ന് പിടഞ്ഞു വീണടോ. ഏത് വാപ്പയ്ക്കാ താങ്ങാൻ പറ്റുക? പൊന്നാര മക്കള് മരിച്ചുപോയെന്ന് പറഞ്ഞാൽ ഏതുമ്മയ്ക്കാടോ, ഏതുപ്പയ്ക്കാടോ താങ്ങാൻ കഴിയുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത സങ്കടമായി. വിഷമം എന്തെന്നറിയുമോ? ഇവളും മറച്ചു വെച്ചല്ലോ, വീട്ടിലേക്ക് വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. പടച്ചവനേ